നമസ്തേ. ചക്ര മെഡിറ്റേഷനെ കുറിച്ച് പലരും എന്നോട് സംശയങ്ങളൊക്കെ ചോദിക്കേണ്ടത്. അപ്പോൾ അത് എത്രത്തോളം ഡീപ്പായിട്ടുള്ള വിഷയമാണെന്ന് പലപ്പോഴും സാധാരണക്കാർക്കത് മനസ്സിലാകാൻ പ്രയാസമാണ്. അതിനെ ഏറ്റവും ലളിതമായ രീതിയിൽ നമ്മൾ ഇവിടെ അതിൻ്റെ പഠനങ്ങൾ നടക്കുന്നുണ്ട്. ശിവയോഗം എന്നുള്ള രീതിയിൽ, അതായത് തമിഴ് സിദ്ധന്മാർ അവരുടെ സിദ്ധികൾ കൊണ്ട് നേടിയെടുത്ത ആ അറിവുകൾ അത് അവരുടെ നിത്യജീവിതത്തിൽ പകർത്തി അവരുടെ ആയുസ്സിൻ്റെയും ആരോഗ്യത്തിൻ്റെയും രഹസ്യങ്ങളുടെ താക്കോലാണ് ശിവയോഗം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ പഠിക്കേണ്ടത് പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായ ഈ ശരീരം തന്നെ രണ്ട് തരം ശരീരങ്ങളെ ഉൾക്കൊള്ളുന്നു. അതൊന്ന് ഈ കാണുന്ന സ്ഥൂല ശരീരവും മറ്റൊന്ന് സൂക്ഷ്മ ശരീരവും. ആ സ്ഥൂല ശരീരത്തിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾക്ക് കാരണം സൂക്ഷ്മ ശരീരത്തിലെ വായുക്കൾ അങ്ങനെ തുടങ്ങിയിട്ടുള്ള പലതിൻ്റെയും വേരിയേഷനാണ്. അപ്പോൾ സൂക്ഷ്മ ശരീരത്തിൽ ആണ് നമ്മുടെ ആത്മീയ ചക്രകളെല്ലാം ഇരിക്കുന്നത്. ആ ചക്രകൾ എന്ന് പറയുന്നത് നമ്മൾ മൂലാധാരം മുതൽ സ്വാധിഷ്ഠാനം, മണിപൂരകാനാഹതം, വിശുദ്ധി, ആജ്ഞ, സഹസ്രം ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു 7 എണ്ണത്തെക്കുറിച്ചൊക്കെയാണ് സാധാരണഗതിയിൽ നമുക്ക് പൊതുവെ നമ്മൾ കേട്ടിട്ടുണ്ടാവുള്ളൂ. പക്ഷെ ശിവയോഗത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു 10 ചക്രകളെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് പഠിക്കാനുണ്ട്. ആ ചക്ര ഏത് കളറാണ്, അതെവിടെയാണ് അതിൻ്റെ സ്ഥാനം, അതിലെ മന്ത്രം ഏതാണ് എന്ന് തുടങ്ങിയിട്ടുള്ള അതിനെ ആക്ടിവേറ്റ് ചെയ്യാൻ നമ്മൾ എന്തെല്ലാം മെത്തേഡുകൾ ഉപയോഗിക്കണം. ഇത്തരം രഹസ്യങ്ങളുടെ താക്കോലാണ് ഈ ശിവയോഗം എന്ന് പറയുന്നത്. അതിനുശേഷം ആ ചക്രകളെ ആക്ടിവേറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ തുടർ പഠനം എന്നുള്ള നിലയ്ക്ക് ദശവായുക്കൾ, അതായത് ഇപ്പോൾ നമ്മുടെ ഈ സ്ഥൂല ശരീരത്തിൽ മൂക്ക് നമുക്ക് കാണാം, പക്ഷേ ശ്വസനം എന്നുള്ളത് സൂക്ഷ്മ ശരീരത്തിലാണ് നടക്കുന്നത്. അതിനെ നമുക്ക് അനുഭവിച്ചറിയാൻ മാത്രമേ സാധിക്കൂ, കാണാൻ സാധിക്കില്ല. കണ്ണ് എന്നുള്ളത് സ്ഥൂല ശരീരത്തിലും അതിൻ്റെ കാഴ്ച സൂക്ഷ്മ ശരീരത്തിലുമാണ്. ചെവി, കേൾവി, നാക്ക്, അതിൻ്റെ രുചി എന്ന് തുടങ്ങിയിട്ടുള്ള കർമ്മങ്ങളൊക്കെ തന്നെ സൂക്ഷ്മ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളാണ്. അതുകൊണ്ടാണ് ഈ സ്ഥൂല ശരീരത്തിൽ നിന്ന് സൂക്ഷ്മ ശരീരം വേർപ്പെടുന്ന ആ സമയം ഈ ശരീരം ജഡമായിട്ട് മാറുന്നത്. അപ്പോൾ അത്തരത്തിൽ ദശവായുക്കളെ, അത് പ്രാണൻ മുതൽ കൃകലൻ വരെയുള്ള 10 വായുക്കൾ, അത് ഓരോ ചക്രകളുമായിട്ട് എത്രത്തോളം ബന്ധപ്പെട്ട് കിടക്കുന്നു, ആ ചക്രകളിൽ ആ വായുക്കളെ ഏതെല്ലാം രീതിയിൽ നമ്മൾ ആക്ടിവേറ്റ് ചെയ്ത് പവർഫുൾ ആക്കണം, അതിനെന്തെല്ലാം മെത്തേഡുകൾ നമ്മൾ ഉപയോഗിക്കണം എന്ന് തുടങ്ങിയുള്ള പഠനം. അങ്ങനെ അതിനുശേഷം പിന്നെ ആ ചക്രകളിൽ ദേവതകളെ പ്രതിഷ്ഠിക്കുന്ന രീതികൾ, അത്തരത്തിൽ ദേവതകളെ പ്രതിഷ്ഠിച്ച് അവയ്ക്ക് ചൈതന്യം കൊടുത്ത് അവയെ നമ്മുടെ സംരക്ഷണത്തിന് അല്ലെങ്കിൽ നമ്മുടെ ഉദ്ദിഷ്ട കാര്യ സാധ്യത്തിന് ഒക്കെ നമുക്ക് ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള ദേവതകളുടെ പ്രതിഷ്ഠയും അതിൻ്റെ ആക്ടിവേഷനും. അതിനുശേഷം പിന്നെ നമ്മുടെ നാഡികളുടെ പഠനം. അത് 96 നാഡികളാണ് തമിഴ് സിദ്ധന്മാരൊക്കെ കണ്ടുപിടിച്ചതായിട്ട് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇന്നത് ശോഷിച്ച് ഒരുപാട്, ഇപ്പോൾ 12 നാഡികളെ കുറിച്ചൊക്കെയാണ് പൊതുവെ നമുക്ക്, ബാക്കിയെല്ലാം അവ്യക്തം കുറേ പേരുകൾ ഉണ്ടെന്നല്ലാതെ അവ്യക്തം എന്നുള്ളതാണ് നമ്മൾ ഗ്രന്ഥങ്ങളിലൊക്കെ കാണാൻ സാധിക്കും. ആയുർവേദത്തിലും അങ്ങനെ തന്നെയാണ്. എനിക്ക് നമ്മുടെ നല്ല ഗുരുക്കന്മാരിൽ നിന്ന് പഠിക്കാൻ സാധിച്ചിട്ടുള്ള 20ഓളം നാഡികളെ അതിൻ്റെ ആക്ടിവേഷനും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ അത് അത്രയും വാല്യബിൾ ആയിട്ടുള്ള, ഇപ്പോൾ ഓരോ നാഡികളും അതിൻ്റെ ധർമ്മങ്ങൾ എന്ന് പറയുന്നത് നമുക്കറിയാം. ഇടത് മൂക്കിലൂടെ ഉള്ള പ്രാണൻ നമ്മൾ ഇടനാഡിയാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതെങ്കിൽ വലത് മൂക്കിലൂടെയുള്ള പ്രാണനെ നിയന്ത്രിക്കുന്നത് പിംഗള നാഡിയാണ്. അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഏതാണ്ട് ഒരു 20ഓളം നാഡികൾ, 72,000 നാഡീ ഞരമ്പുകൾ എന്നൊക്കെ പൊതുവെ
ബുക്കുകളിലൊക്കെ കാണുന്നുണ്ട്. പക്ഷേ അത് ആരോടും ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് കാര്യമായിട്ടുള്ള മറുപടികളൊന്നുമില്ല. അപ്പോൾ എനിക്ക് പഠിക്കാൻ സാധിച്ചിട്ടുള്ള 20ഓളം നാഡികൾ, അതിൻ്റെ വിശദമായിട്ടുള്ള പഠനങ്ങളാണ് നമ്മളിവിടെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതിൽ പല നാഡികളും ആക്ടിവേറ്റ് ചെയ്താൽ നമുക്ക് ക്യാൻസർ പോലെയുള്ള മാരക രോഗങ്ങളെ വരെ നമ്മളെ ഈ ശരീരത്തിൽ നിന്ന് നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റി നിർത്താൻ സാധിക്കുന്നുണ്ട്. അത്തരത്തിൽ ഒരുപാട് വാല്യുബിളായിട്ടുള്ള, അതിസൂക്ഷ്മമായിട്ടുള്ള അല്ലെങ്കിൽ അതിനിഗൂഢമായിട്ടുള്ള പഠനമാണ് ചക്രകളെ കുറിച്ചുള്ള പഠനം എന്ന് പറയുന്നത്. ഇനിയുമുണ്ട് അതിൻ്റെ പഠനങ്ങളിലേക്ക് ഇങ്ങനെ ഒരുപാട് നീണ്ടിങ്ങനെ കിടക്കുന്ന വലിയൊരു ശാഖയാണ്. അത്തരത്തിലുള്ള ഒരു വലിയ പഠന ശാഖയാണ് ചക്ര മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അതിന് മൊത്തത്തിൽ പറയുന്നതാണ് ശിവയോഗം. ശിവനിൽ നിന്ന് നേരിട്ട് സിദ്ധന്മാർക്ക് കിട്ടിയിട്ടുള്ള ആ അറിവുകളാണ് ശിവയോഗത്തിലൂടെ പകർന്നു തരുന്നത്. അത് എല്ലാ മനുഷ്യർക്കും പഠിച്ചിരിക്കുന്നത് വളരെ വളരെ ഉത്തമം തന്നെയാണ്. പ്രത്യേകിച്ച് അഭ്യാസികൾക്ക് എപ്പോഴും അവരുടെ സ്ഥൂല ശരീരത്തെക്കുറിച്ച് മാത്രമാണ് പൊതുവേ ഞാൻ കണ്ടിട്ടുള്ളത്. അതിനപ്പുറത്തേക്കൊന്നും കാര്യമായിട്ടുള്ള പഠനം നടത്തുന്നവരെയൊന്നും കാര്യമായിട്ട് എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല. എല്ലാവരും ആ പയറ്റുമുറകളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന, അല്ലെങ്കിൽ ഈ കാണുന്ന സ്ഥൂല ശരീരത്തെക്കുറിച്ച് മാത്രം മനസ്സിലാക്കുന്നവരാണ് ഭൂരിഭാഗവും അഭ്യാസികളെ ഞാൻ കണ്ടിട്ടുള്ളത്. അതിനൊക്കപ്പുറത്ത് സൂക്ഷ്മ ശരീരത്തെക്കുറിച്ച് കൂടി പഠനം നടത്തുന്ന വളരെ കുറച്ച് പേരെങ്കിലും ഉണ്ട്, നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് സന്തോഷത്തോടെ എടുത്തു പറയട്ടെ. അങ്ങനെ സൂക്ഷ്മ ശരീരത്തെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാൻ ശ്രമിച്ചവരൊക്കെ തന്നെ നോക്കുമർമ്മം, ചൂണ്ടുമർമ്മം പോലെയുള്ള വിദ്യകളിലേക്ക് കടന്നിട്ടുണ്ട്. അതും ഒരുപാട് വർഷം നീളുന്ന ആണ്. ഈ പറയുന്ന ഇത് തന്നെ ആധാരചക്രകളായിരുന്നാലും, അത് കഴിഞ്ഞ് ദശവായുക്കളായിരുന്നാലും, അത് കഴിഞ്ഞാൽ ദേവതകളായിരുന്നാലും, നാഡികളായിരുന്നാലും, അങ്ങനെ അതിൻ്റെ പഠനം ഇങ്ങനെ അങ്ങോട്ട് പോകുന്നു കുറേ. അപ്പോൾ അതിന് വർഷങ്ങളുടെ പഠനം വേണം അതിനൊക്കെ തന്നെ. അപ്പോൾ ഇതെല്ലാം പഠിച്ച് അതിൻ്റെ കൃത്യമായിട്ടുള്ള വർഷങ്ങൾ നീണ്ട തപസ്സിലൂടെ നേടിയെടുക്കുന്ന കഴിവുകളാണ് ഈ പറയുന്ന നോക്കുമർമ്മം അല്ലെങ്കിൽ ചൂണ്ടുമർമ്മം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിലേക്കൊക്കെ എത്താൻ ഇത്തരം പഠനങ്ങൾ വളരെയേറെ സഹായിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് ഏത് സാധാരണക്കാരനും എല്ലാവർക്കും പഠിക്കാവുന്ന ഏറ്റവും ലളിതമായിട്ടുള്ള വിദ്യകൾ തന്നെയാണ്. പക്ഷെ പഠിക്കാനുള്ള മനസ്സ് വേണമെന്ന് മാത്രം. നല്ല ഗുരുവിൽ നിന്ന് പഠിക്കണം, നല്ല വിദ്യ പഠിച്ച് നല്ല ഗുരുത്വമുള്ളവരാവണം. എല്ലാവർക്കും നന്ദി, നമസ്തേ.